നമസ്കാരം. ഭാരതീയ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും നമ്മെ വിസ്മയിപ്പിക്കുന്ന എത്രയോ കഥകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായ ഒന്നാണ് ചോറ്റാനിക്കര അമ്മയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട കണ്ണപ്പൻ എന്ന വേട്ടക്കാരൻ്റെ കഥ. ഇന്ന് നാം കാണുന്ന ഈ വലിയ ക്ഷേത്രമുണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശം വെറുമൊരു വനമായിരുന്നു. മനുഷ്യർ വരാൻ ഭയപ്പെട്ടിരുന്ന, വന്യമൃഗങ്ങളുടെ ഗർജനം മാത്രം കേട്ടിരുന്ന ഒരു കൊടും കാട്. അവിടെയാണ് പ്രകൃതിയുടെ നിയമങ്ങൾ മാത്രം പാലിച്ചു വളർന്ന കണ്ണപ്പൻ എന്ന വേട്ടക്കാരൻ ജീവിച്ചിരുന്നത്. അയാൾക്ക് സ്നേഹം അറിയില്ലായിരുന്നു, കരുണ അറിയില്ലായിരുന്നു. അയാൾക്ക് അറിയാമായിരുന്ന ഒരേ ഒരു ഭാഷ ഹിംസ മാത്രമായിരുന്നു. കണ്ണപ്പൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടാണ്. കാട്ടിലെ ഏതൊരു മൃഗവും അയാളുടെ അമ്പിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നില്ല. കണ്ണപ്പൻ വിശ്വസിച്ചിരുന്നത് വനദേവതയെ പ്രീതിപ്പെടുത്താൻ രക്തം അനിവാര്യമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ദിവസവും ഒരു മൃഗത്തെ അയാൾ ബലി നൽകുമായിരുന്നു. ഈ ക്രൂരതകൾക്കിടയിലും അയാൾക്ക് ആകെ ഒരു ആശ്വാസമുണ്ടായിരുന്നത് മകൾ തേയു മാത്രമായിരുന്നു. കണ്ണപ്പൻ കാട്ടിൽ നിന്നും തിരിച്ചെത്തുമ്പോൾ അകത്തുള്ള മകളുടെ പുഞ്ചിരി കാണുമ്പോൾ മാത്രമാണ് അയാളിലെ വേട്ടക്കാരൻ ഒന്ന് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ അപ്പോഴും ബലി നൽകുക എന്ന തൻ്റെ ക്രൂരമായ വിനോദം അയാൾ അവസാനിപ്പിച്ചിരുന്നില്ല. സ്നേഹത്തിൻ്റെ ഒരു തരി പോലുമില്ലാത്ത ആ ഹൃദയത്തെ മാറ്റാൻ പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു കെണിയായിരുന്നു അടുത്തതായി സംഭവിച്ചത്. ഒരു ദിവസം കണ്ണപ്പൻ വേട്ടയ്ക്കിറങ്ങിയപ്പോൾ കാടിൻ്റെ ഉൾഭാഗത്ത് നിന്നും അതിമനോഹരമായ ഒരു വെളുത്ത പശുവിനെ കണ്ടെത്തി. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന പാൽ നിറമുള്ള ആ പശുവിനെ കണ്ടപ്പോൾ കണ്ണപ്പൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നി. ഇത്രയും നല്ല മൃഗത്തെ ഇന്ന് ബലി നൽകിയാൽ ദേവി വല്ലാതെ പ്രീതിയാകും എന്നയാൾ ചിന്തിച്ചു. അയാൾ ആ പശുവിനെ ബന്ധിച്ച് വീട്ടിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവന്നു. പശുവിൻ്റെ നിസ്സഹായാവസ്ഥമായിട്ടുള്ള നിലവിളി കേട്ട് മകൾ തേയി ഓടി വന്നു. ആ പശുവിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണീർ കണ്ടപ്പോൾ തേയുടെ ഹൃദയം തകർന്നുപോയി. അവൾ ഓടിച്ചെന്ന് ആ പശുവിനെ കെട്ടിപ്പിടിച്ചു. "അച്ഛാ, ഇതിനെ കൊല്ലരുത്, ഇതിനെ എനിക്ക് കൂട്ടുകാരനായി വളർത്താൻ തരണം" എന്ന് അവൾ അപേക്ഷിച്ചു. പക്ഷേ കണ്ണപ്പൻ വഴങ്ങിയില്ല. അയാൾ ആയുധം കയ്യിലെടുത്തു. മകൾ തേയി ആ പശുവിന് മുന്നിൽ ഒരു കവചം പോലെ നിന്നു. "അച്ഛാ, ഈ പശുവിനെ കൊല്ലുന്നതിനേക്കാൾ മുൻപ് എന്നെ കൊന്നോളൂ. ഈ മിണ്ടാപ്രാണികളുടെ രക്തം വീഴുന്നത് എനിക്ക് കാണേണ്ട." മകളുടെ ആ വാക്കുകൾ കാട്ടിലെ മരങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. കണ്ണപ്പൻ നിശബ്ദമായി നിന്നു. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകൾ ഒരു മൃഗത്തിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുന്നു. അയാളുടെ കയ്യിലിരുന്ന കത്തി താഴെ വീണു. ആദ്യമായി ആ വേട്ടക്കാരൻ്റെ ഉള്ളിൽ കാരുണ്യത്തിൻ്റെ ഒരു നീരുറവ പൊട്ടി. അയാൾ ആ പശുവിനെ മോചിപ്പിച്ചു. പശുവിനെ വിട്ടയച്ചതോടെ കണ്ണപ്പൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ മരിച്ചു. പകരം ഒരു ഭക്തൻ ജനിച്ചു. പിറ്റേ ദിവസം രാവിലെ കണ്ണപ്പൻ നോക്കിയപ്പോൾ ആ പശു നിന്നിരുന്നിടത്ത് ഒരു വലിയ പ്രകാശം കണ്ടു. അവിടെ ഒരു ശില തെളിഞ്ഞു വന്നു. പശുവിൻ്റെ രൂപത്തിൽ വന്നത് സാക്ഷാൽ ഭഗവതിയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തൻ്റെ മകൾ കാണിച്ചു തന്നത് സ്നേഹത്തിൻ്റെ വഴിയാണെന്നും ഹിംസയിലൂടെയല്ല സ്നേഹത്തിലൂടെയാണ് ദൈവത്തെ കാണേണ്ടതെന്നും അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ ശിലകൾക്ക് മുൻപിൽ കണ്ണപ്പൻ പൊട്ടിക്കരഞ്ഞു. തൻ്റെ കൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാൻ അയാൾ ആ വിഗ്രഹത്തിന് സാഷ്ടാംഗം പ്രണമിച്ചു. ആ നിമിഷം ആകാശത്തു നിന്നും പൂമഴ പെയ്തതുപോലെയും വനത്തിലെ വന്യമൃഗങ്ങൾ പോലും ശാന്തരായി ആ വിഗ്രഹത്തിന് ചുറ്റും അണിനിരന്നതായും ഐതിഹ്യം പറയുന്നു. അവിടെയാണ് ഇന്ന് നാം കാണുന്ന കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ശിലകളാണ് ഇന്നും നമ്മൾ ചോറ്റാനിക്കര കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന പ്രതിഷ്ഠകൾ. കണ്ണപ്പന് ശേഷം ആ സ്ഥലം കാടുപിടിച്ച് കിടന്നെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഒരു പുല്ല് ചെത്തുന്ന സ്ത്രീ തൻ്റെ അരിവാൾ ആ കല്ലിൽ ഉരസിയപ്പോൾ അതിൽ നിന്നും രക്തം വരികയുണ്ടായി. ആ അത്ഭുതം കണ്ട നാട്ടുകാർ അവിടെ ഭഗവതിയുടെ ചൈതന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഈ വാർത്ത കേട്ടാണ് പിന്നീട് ആദിശങ്കരാചാര്യർ അവിടെ എത്തിയത്.
മൂകാംബികയിലെ ഭഗവതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ച ശങ്കരാചാര്യർക്ക് മുന്നിൽ ദേവി ഒരു നിബന്ധന വെച്ചു. "നീ മുന്നോട്ട് നടക്കുക, ഞാൻ പിന്നാലെ വരാം. പക്ഷെ നീ തിരിഞ്ഞു നോക്കരുത്." കൊല്ലൂർ മുതൽ നടന്ന ശങ്കരാചാര്യർ ചോറ്റാനിക്കര എത്തിയപ്പോൾ ഭഗവതിയുടെ പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ സംശയിച്ച് തിരിഞ്ഞു നോക്കി. അങ്ങനെ ഭഗവതി അവിടെ ഉറച്ചുപോയി എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തുറക്കുന്നതിന് മുൻപ് പ്രഭാതത്തിൽ ദേവി ചോറ്റാനിക്കരയിൽ വന്ന് ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. മനോരോഗം കൊണ്ടും മനസ്സിലെ അസ്വസ്ഥതകൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ചോറ്റാനിക്കരയിൽ വന്ന് ആശ്വാസം കണ്ടെത്തുന്നത് ഈ സ്നേഹത്തിൻ്റെ കരുത്തിലാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രം ചൊല്ലി നമുക്ക് ഈ ഐതിഹ്യ വിവരം ഇവിടെ അവസാനിപ്പിക്കാം. ഈ കഥ കേട്ട എല്ലാവരിലും ആ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.